വൺ ഡേ വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോഴേ അതിൽ ഒന്ന് രണ്ട് പേര് കുറച്ച് സംശയങ്ങൾ ചോദിച്ചു. തുമ്പീനെ പറ്റി, വൈറ്റിയെ പറ്റി, പിന്നെ മണിക്കുട്ടിയെ പറ്റി കുറിച്ചൊക്കെ. അപ്പോൾ അവരും രണ്ടുമൂന്ന് പേരെ കുറിച്ച് സംശയങ്ങൾ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അതൊരു വീഡിയോ ആക്കി ഇടാമെന്ന് ഞാൻ അവർക്ക് റിപ്ലൈയും കൊടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത്. നമ്മളെ ഒരേ ഒരു കോഴിയമ്മയാണ് കേട്ടോ, കോഴിയമ്മ. അടുത്ത് വന്നാൽ പിന്നെ കാര്യം പറച്ചിലങ്ങ് ഭയങ്കര നമ്മൾ അല്ലേ. പിന്നെ നമ്മളെ കുട്ടിപ്പട്ടാളകളിൽ എല്ലാം ഇവിടെ ഉണ്ട്. 4 പേര് ഇവിടെ, ബാക്കി 4 പേര് താഴെയാണ്. ഇത് നമ്മളുടെ ചക്കിപ്പെണ്ണാണേ, ചക്കിപ്പെണ്ണേ. പിന്നെ അതോ ജാനമ്മ ചോറൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി കയറിയാൻ കിടന്ന്. അപ്പോൾ ചക്കി ഇങ്ങോട്ട് വന്നപ്പോഴത്തെ ജാനുവിന് അത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അങ്ങോട്ട് കയറിയപ്പോഴത്തെ ഒന്ന് ദേഷ്യപ്പെട്ട് കാണിക്കുന്നുണ്ട് ജാനമ്മ. എന്തിനാ അടികൂടരുത്, എന്തിനാ ഈ അടികൂടുന്നേ, എന്തിനാ ഈ വഴക്കൂടുന്നത് നിങ്ങള്? ഇടി ചക്കിപ്പെണ്ണെ, നീ എല്ലായിടത്തും പോയി വഴക്കുണ്ടാക്കുന്നത് എന്തിനടി ചക്കിപ്പെണ്ണെ? നിങ്ങളാണ് ഇവിടുത്തെ അവസ്ഥ. പോത്തോടെ മുഖം നോക്കിയാൽ കീരിയും പാമ്പും അല്ലാണ്ടോ. ആകപ്പാടെ ഇച്ചിരി എങ്കിലും സഹകരണം ഉള്ളത് നമ്മളെ മണിക്കുട്ടിക്കാണ് കേട്ടോ. ബാക്കിയുള്ളവരെയൊക്കെ കാണിച്ചു തരാം. പിന്നെ ഞാൻ പറയാമെന്ന കാര്യവും പറഞ്ഞു തരാം. ഇവിടെ ജാക്കിയും കോഴിയമ്മയും തമ്മിൽ എന്തോ കോൺവെർസേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ കയറി വന്നത്. ജാക്കി ഫോട്ടോ കണ്ടിട്ട് നോക്കുന്നു. എൻ്റെ ടാഗുപാപ്പനെ കണ്ട, എൻ്റെ ടാഗുപാപ്പനെ കണ്ട. പിന്നെ നമ്മളെ തുമ്പി, അയ്യോ കഥാപാത്രം എവിടെ പോയി? കാണിച്ചു തരാം. വേണ്ട, ഫുഡ് കഴിച്ച് റെസ്റ്റ് എടുക്കുക തണലത്തൊക്കെ കിടന്ന്. വേണ്ട. അപ്പം ഇത് നമ്മളെ തുമ്പിക്കുട്ടി. എല്ലാവരും കണ്ടോ? ദേ ചക്കി, നീ എല്ലായിടവും ചെന്ന് ഈ വഴക്കുണ്ടാക്കുന്നത് എന്തിനാ ചക്കി? അപ്പം തുമ്പിയും വയറ്റിയും നമ്മൾ ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം തന്നെ പറഞ്ഞേക്കാം. ചോദ്യം ചോദിച്ചത് ചോദ്യമായിട്ടല്ല, ഒരു സംശയം ചോദിച്ചത്. എന്തുകൊണ്ടാണ് ചേച്ചി തുമ്പി വയറ്റീനെ ഉപദ്രവിക്കുന്നത്? അവർ തമ്മിൽ കുഞ്ഞിനെ നല്ല കൂട്ടായിരുന്നല്ലോ, ഇപ്പോൾ എന്ത് പറ്റി, എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നു. അങ്ങനെ തുമ്പിയെ സർജറിയുടെ ടൈമിൽ നമ്മളെ താഴത്തെ കൂട്ടിലും മുറ്റത്തും ഒക്കെ ആയിട്ട് തുമ്പി, മണിക്കുട്ടി, ജിമ്മി, റാണി ഇവർ 4 പേരേ ഉള്ളായിരുന്നു. ബാക്കി ഈ കുരുത്തക്കേടുള്ള പിള്ളേർ, അതായത് ജാനു, ചക്കി, ജിമ്മി, വൈറ്റി, ഇവരെല്ലാം ഈ മുകളിലാക്കിയായിരുന്നു. അപ്പോൾ ഈ 2 ആഴ്ചത്തോളം അവളിങ്ങനെ താഴെ നിന്നപ്പോഴത്തേക്ക് വൈറ്റിക്ക് ഇവളടുത്ത് ഭയങ്കരമായിട്ട് എന്താ പറയുന്ന അസൂയ, ജലസി അതുണ്ടായി. അവൾ തുമ്പി ഞങ്ങളടുത്ത് തന്നെ നിൽക്കുന്നു, ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു, ഞങ്ങൾ അവളെ സ്നേഹിക്കുന്നു, അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് വൈറ്റിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമായി. കാരണം എന്ത് ജിമ്മിച്ചെന്തൂടെ നിൽക്കുന്നത്? അത് പോന്നല്ല, വീട്ടിൻ്റെ മേളിൽ കയറരുത്. വീട്ടിൻ്റെ മേളിൽ കയറി ഞാൻ വഴക്ക് പറയും. അങ്ങനെ എന്ന് വെച്ചാൽ അവർക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോഴേ, ഇവിടെ ഈ മുകളിൽ നിന്ന് നോക്കുമ്പോൾ താഴെ അവൾ നിൽക്കുന്നത്, ഞങ്ങൾ അവളോട് ഇടപഴകുന്നത് എല്ലാം അവൾക്ക് മുകളിൽ നിന്ന് നോക്കുമ്പോൾ അവർക്ക് കാണും. അപ്പോൾ വൈറ്റ് അവിടെ നിന്ന് നോക്കുമ്പോൾ തുമ്പി ഇവിടെ സ്വാതന്ത്ര്യമായിട്ട് ഞങ്ങളുടെ കൂടെ ഇങ്ങനെ നടക്കുന്നതൊക്കെ കാണുന്നു, ഞങ്ങൾ അവളെ സ്നേഹിക്കുന്നതൊക്കെ കണ്ടപ്പോഴത്തേക്ക് വൈറ്റിക്ക് ഭയങ്കരമായിട്ട് അസൂയ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവള് ഒരു ദിവസം നമ്മളത് പക്ഷേ അമ്മ അറിഞ്ഞൂടായിരുന്നു, ഇവർക്ക് ഇപ്പോൾ അസൂയ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവള് ഒരു ദിവസം ഇവരെല്ലാവരും തുമ്പിയുടെ മുറിവൊക്കെ ഒരു ദിവസം ഉണങ്ങിയപ്പോഴത്തേക്ക് ഇവരെല്ലാവരും ഞങ്ങൾ താഴെ കൊണ്ടുവന്നു. താഴെ ഇവിടെ മുറ്റത്ത് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇവള് വയറ്റി കയറി തുമ്പീനെ ആക്രമിച്ച്. ആ ദേഷ്യവും വാശിയും എല്ലാം അസൂയ എല്ലാം കൂടെ തുമ്പിയുടെ പുറത്തങ്ങ് തീർന്നു. അപ്പോൾ തുമ്പിയിലെ സർജറിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നാളല്ലേ ആയുള്ളൂ. അപ്പോൾ അവൾക്ക് അതിനുള്ള ഒരു കപ്പാസിറ്റി തിരിച്ചില്ലായിരുന്നാകാം. പെട്ടെന്ന് തന്നെ ഞങ്ങൾ പിടിച്ച് മാറ്റി, അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ ആ ദേഷ്യവും വാശിയും വൈരാഗ്യവും തുമ്പി മനസ്സിൽ അതേപോലെ സൂക്ഷിച്ച് അതിപ്പോഴും അവളുടെ മനസ്സിലൊരു ഭയങ്കര കരടായിട്ട് തന്നെ തുമ്പിയുടെ മനസ്സിലുണ്ട്. അപ്പോൾ വൈറ്റീനെ ഇപ്പോൾ എവിടെ കിട്ടിയാലും തുമ്പി ഓടിച്ചിട്ട് കടിക്കുന്ന അവസ്ഥയാണ്. അത് കാരണം ഇപ്പോൾ വൈറ്റയും തുമ്പിയും നമുക്ക് ഒരിക്കലും ഒരുമിച്ച് നിർത്താൻ പറ്റത്തില്ല. ഒരാളെ കൂട്ടിലിട്ടിട്ട് മറ്റേ തുറന്നു വിടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് വൈറ്റയും തുമ്പിയും തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ മെയിൻ കാരണം. ഒരു അസൂയയിൽ നിന്ന് ഉടലെടുത്ത വഴക്ക് അതിപ്പോൾ ഒരു ശത്രുതയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2 ചാക്കി, ക്വസ്റ്റ്യൻ നമ്പർ 2 എന്താന്ന് പറഞ്ഞ മോനെ ചാക്കപ്പോ, എൻ്റെ ടാഗുബാബോ, ക്വസ്റ്റ്യൻ നമ്പർ 2 എന്താന്ന് പറഞ്ഞ? അന്നേരം ഈ ഡോഗ്സിനുള്ള ശത്രുത, ഒരു ജീവിയോടോ അല്ലെങ്കിൽ ഒരു ഇതിനോട് ശത്രുത തോന്നിക്കഴിഞ്ഞാൽ അത് അവരുടെ മനസ്സിൽ നല്ല കരടായിട്ട് നിൽക്കുമെന്നുള്ളതിനൊരു തെളിവാണ് നമ്മുടെ തുമ്പിയുടെ ഇപ്പോഴത്തെ ബിഹേവിയർ വൈറ്റിയോടുള്ള. ഒരു ചോദ്യം ചോദിച്ചാൽ അവളുടെ കൈക്ക് മണിക്കുട്ടിയുടെ കൈക്ക് എന്തോ പറ്റിയെന്നുള്ളത്. മണിക്കുട്ടിയുടെ കൈക്ക് പറ്റിയത് വൈറ്റമ്മ മാറ്. അവളുടെ കൈക്ക് പറ്റിയതെന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങൾക്ക് റോഡിൽ നിന്ന് കിട്ടിയതാണ്.
അവിടെ ഒരു വീട്ടിലൊരാൾ ഇവളെ 2 കൈയും തല്ലി ഒടിച്ചതാണ്. ഈ കൈയും തല്ലി ഒടിച്ചതിലേലും എണീക്കാൻ പറ്റാതെ ഞങ്ങൾക്ക് റോഡിൽ നിന്ന് കിട്ടിയതായി കുഞ്ഞിനെ. അപ്പോൾ നമ്മൾ അവളെ എടുത്തുകൊണ്ട് വന്ന് ഡോക്ടറെ കാണിച്ചു, സർജറി ചെയ്തു. അവളുടെ ഈ കയ്യിൽ എല്ലുകൾ 3-4 കഷ്ണമായിട്ടാണ് ഒടിഞ്ഞു പോയത്. അപ്പോൾ അന്ന് സർജറി ചെയ്തു, കമ്പിയിട്ടു. ഒരു 3-4 മാസത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷമാണ് നമുക്ക് ഇവിടെ ഈ നടക്കുന്ന രീതിയിലെങ്കിലും ആയി കിട്ടിയത്. ഈ കാലിൽ ഇപ്പോഴും ഈ കൈ ഒടിഞ്ഞതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ വേറെ മുടന്ന് കാര്യങ്ങളൊന്നുമില്ല. ഞാൻ അവളെ തൊടുമ്പോൾ എന്താ ഇവിടെ വന്നിരുന്നുണ്ട, വയറ്റി വന്നിരുന്നുണ്ട. ഇതാണ് അസൂയാണ് മെയിൻ പ്രശ്നം. എന്നുണ്ട കൈ പൊക്കിയെടുത്ത് അവളെ തല വയ്ക്കുന്നുണ്ട്. അസൂയാണ് മെയിൻ പ്രശ്നം ഇവരുടെ ഇടയിൽ. അങ്ങനെ ഈ കൈ പല കഷ്ണങ്ങളായിട്ട് ഒടിഞ്ഞ കൈയാണ്. അത് ഇവിടെ നമുക്ക് കിട്ടുമെന്ന് നമ്മൾ വിചാരിച്ചതല്ല. അവളുടെ കണ്ടീഷൻ വളരെ മോശമായിരുന്നു. സർജറിയൊക്കെ ചെയ്തതിന് ശേഷം ഒരുപാട് ഡൗണായി. ഡോക്ടർ തന്നെ കൈ ഒഴിഞ്ഞ് കേസായിരുന്നു, ബ്ലഡൊക്കെ കുറഞ്ഞിട്ട് ഒരു രക്ഷപ്പെടുന്ന കാര്യം സംശയമാണെന്ന് പറഞ്ഞതാണ്. പിന്നെ എന്തൊക്കെയോ ഭാഗ്യം കൊണ്ടും ദൈവാധീനം കൊണ്ടും ഞങ്ങളുടെ അശ്രാന്ത പരിശ്രമം കൊണ്ടും മണിക്കുട്ടി ഇപ്പം നമ്മളവിടെ സുഖമായിട്ടുണ്ട്. പിന്നെ നടക്കുമ്പോൾ അവൾക്ക് ഇപ്പോഴും ചെറിയൊരു പ്രശ്നമുണ്ട് കൈന്. അത് ഡോക്ടർ ചിലപ്പോൾ അത് മാറും, ചിലപ്പോൾ അങ്ങനെ തന്നെ കാണുമെന്നുണ്ട്. കാരണം ഓരോ കഷ്ണങ്ങളായിട്ട് പീസായിട്ടാണ് എല്ല് പൊട്ടിയത് ഇവിടെ അവൾക്ക്. ആ 2 എല്ലുകൾ ഇളവി വെളിയിൽ പോവുകയും ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും അവൾക്കുണ്ട്, അത് കാണും. പക്ഷെ അവൾ നടക്കുന്നത് നമുക്ക് വലിയൊരു ഭാഗ്യം. അവൾ നടക്കുമെന്ന് നമുക്ക് സംശയമായിരുന്നു. എന്തായാലും അവൾ നടക്കുന്നുണ്ട്, അതൊരു വലിയ ഭാഗ്യമാണ്. കയറിയിരിക്കുന്നുണ്ടോ? ഈ പെണ്ണൊരു ഭയങ്കര അസൂയടിച്ച സാധനമാണ് കേട്ടോ. പിന്നെ ഒരാൾ ചോദിച്ചത്, രഞ്ജിത്ത് ചോദിച്ചതാണ്, മണിക്കുട്ടിയുടെ ഇവിടെ എന്തുവാ ഇവിടെ ഒരു വട്ടത്തിലൊരു അടയാളം ഒന്ന് സ്കിന്നെ കാണാൻ പോകുന്നില്ല, ഒരു രോമം പോകുന്നതാണോ എന്ന് ചോദിച്ചു. അത് രോമം പോകുന്നതല്ല, അവൾ ഈ സർജറി ചെയ്ത് അതിൻ്റെ വേദന സഹിക്കാൻ പറ്റാണ്ട് ആ ഒരു ടൈമിൽ ഒരു ദിവസം രാത്രി അവളെ തന്നെ അവൾ സ്വയം കടിച്ചതാണ്. ഇങ്ങനെ തല തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് കടിച്ച്. ഞങ്ങൾ രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ ഇവിടെ മുറിഞ്ഞ് തൊലി ഇളവിയിരിക്കുകയായിരുന്നു. ആ തൊലി പോയത് പിന്നീട് അത് കിളിച്ചിട്ടില്ല. ആ തൊലി അവിടെ വന്ന്, പക്ഷെ അവിടെ രോമം കിളിച്ചിട്ടില്ല. അതാണ് ഇത്. പിന്നെ ഇതായിരുന്നു 2-3 ചോദ്യങ്ങൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് നമ്മളടുത്ത് ചോദിച്ചത്. അപ്പോൾ അതിനുള്ള ആൻസർ ഞാൻ തന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഉച്ച ടൈമാണ്, എല്ലാവരും ഫുഡും കഴിച്ച് കോട്ടുവായും വിട്ടിട്ടിരിക്കുകയാണ്. ഇനി ഇവർക്കൊക്കെ ഉറങ്ങാനുള്ള സമയമായിട്ടുണ്ട്. ഇനി നമ്മൾ വൈകുന്നേരം വന്ന് തുറന്ന് വിടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ബൈ. ഇത് ബൈ പറഞ്ഞേ, ബൈ 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 ബൈ. കൈ ശരിയാക്കി എടുത്തത് ഞങ്ങൾക്ക് അവക്കും ദൈവത്തിനും മാത്രം അറിയാം എങ്ങനെയാണെന്നുള്ളത്, അല്ലേ കേക്കോ? അപ്പോൾ നമ്മൾ ജിമ്മിക്കുട്ടൻ എന്നാണ്ട് ഇവിടെ ഉണ്ട്. ജിമ്മിക്കുട്ടൻ തിരിഞ്ഞിരുന്ന് കാല് കടിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈറ്റം അസൂയക്കാരി എല്ലാം പ്രശ്നങ്ങളും ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടെ കുത്തിയിരിക്കുന്ന ഇരുത്തണ്ട വളഞ്ഞൊടിഞ്ഞ്. ഈ കൊച്ചിനെ ഇനി എന്തൊക്കെ ഇനി ഇവിടെ ഒന്ന് ഡോക്ടറെ അടുത്ത് ഒന്നുകൂടെ കൊണ്ടുപോയേ പറ്റൂ. കാരണം ഫുഡ് കഴിപ്പ് വളരെ കുറവ്, ആൾ ഉണങ്ങി വരുന്നു. മരുന്ന് കൊടുത്തിട്ടൊന്നും രക്ഷയില്ല. പിന്നെ നമ്മൾ റാണി മുത്തച്ഛി കാറിൻ്റെ അടിയിൽ റെസ്റ്റ് എടുക്കുകയാണ്. എന്തെടുക്കുന്നവിടെ? വാ എടുത്തില്ലേ? കണ്ട അവിടെയും വന്നു. ഇതിന് ഈ അസൂയയ്ക്ക് ഒരു മരുന്നുണ്ടായിരുന്നെങ്കിൽ ആദ്യം മേടിച്ചു കൊടുക്കേണ്ടത് ഈ സാധനത്തിലാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ബൈ.